കുവൈത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ 57 ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഈദ് അവധിക്കാലത്ത് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചു. കുവൈറ്റിൽ പ്രാദേശിക സമയം രാവിലെ 5:03 പെരുന്നാൾ നമസ്കാരം നടന്നത്. വിവിധ ഗവർണറേറ്റുകളിലായി തയ്യാറാക്കിയ 57 ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഭരണ ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് വിവിധ ഗവർണറേറ്റുകളിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. അബ്ബാസിയയിൽ നടന്ന നമസ്കാരത്തിന് അൻവർ സയ്യിദ് നേതൃത്വം നൽകി. അള്ളാഹുവിന് ആവശ്യമുള്ളത് നിങ്ങളുടെ ത്യാഗസന്നദ്ധതയും തഖ്വയുമാണ് എന്ന് ജനങ്ങളിലേക്ക് അത് ആവശ്യക്കാരിലേക്ക് എത്തി അവരെ കൂടി പെരുന്നാൾ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ആഘോഷിക്കാൻ പ്രാപ്തമാക്കുകയാണ് ഈ ഈദുൽ ഫിത്തറിലെ ഫിത്തർ സക്കാത്തും ഈദുൽ അദ്ഹയിലെ ബലിമാംസവും വിതരണം ചെയ്തുകൊണ്ട് സാധ്യമാക്കുന്നത്. ബലിപ്പെരുന്നാൾ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അലവി സക്കാഫി തെഞ്ചേരി ഓർമ്മിപ്പിച്ചു. ത്യാഗം, സഹനം, സാഹോദര്യം, ഐക്യം, മാനവികത എന്നിവയാണ് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം. ഈ സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഈദ് അവധിക്കാലത്ത് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ ഗവർണറേറ്റുകളിലായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം 47 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. ഇതിൽ 22 കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈദ് അവധിക്കാലത്ത് കുവൈറ്റ് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഏകദേശം 2,36,000 വരുമെന്ന് DGCA വ്യക്തമാക്കി. 1,737 ഫ്ലൈറ്റുകളാണ് ഈ സമയത്ത് സർവീസ് നടത്തുന്നത്. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി കമ്മ്യൂണിറ്റി ഈവൻറ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബ സൗഹൃദ സംഗമങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ജലിൻ ട്രിപ്രയാർ, 24 കുവൈറ്റ്.